പകൽക്കാലം മുതൽ സൗഹൃദമുള്ള റാണയും ഹെറ്റ്ലിയും ഒരേ സമയത്താണ് പാകിസ്ഥാൻ വിട്ടത്. രണ്ടുപേരും ലഷ്കറിന്റെ ആക്രമണ പദ്ധതികളുടെ അമരക്കാരനാകാൻ തീരുമാനിച്ചായിരുന്നു രാജ്യം വിട്ടത്. അതോ പാകിസ്ഥാൻ തന്നെ ഇരുവരെയും അയച്ചതാണോ എന്ന ചോദ്യവും ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. റാണയും ഭാര്യയും പോയത് കാനഡയിലേക്ക്, ഹെറ്റ്ലി മാതാവിന്റെ സ്ഥലമായ അമേരിക്കയിലേക്കും. ഹെറ്റ്ലിയുടെ മാതാപിതാക്കൾ അപ്പോഴേക്കും ബന്ധം പിരിയുകയും അവർ വേറെ വിവാഹിതരാവുകയും ചെയ്തിരുന്നു. 2001 കനേഡിയൻ പൗരത്വം കിട്ടിയതോടെ റാണയും കൂടുതൽ സുരക്ഷിതനായി. കാനഡയിൽ വിസ കൺസൾട്ടേഷൻ സ്ഥാപനം നടത്തുകയായിരുന്നു റാണ. ഈ സ്ഥാപനത്തിന് മുംബൈയിൽ ശാഖ തുറന്നാണ് ആക്രമണത്തിന് അരങ്ങൊരുക്കിയത്. 2005 മുംബൈ ശാഖ തുറക്കുന്നത്. ഒരു ഓഫീസ് എടുക്കുകയും ഹെറ്റ്ലിയെ കൺസൾട്ടന്റായി നിയമിക്കുകയും ചെയ്തു. ഓഫീസിൽ ഹെറ്റ്ലിയുടെ കീഴിൽ ഒരു ജീവനക്കാരനെ നിയമിച്ചു. പക്ഷേ 2008 പ്രവർത്തനം നിർത്തുന്നത് വരെ ഒരു ഇടപാട് പോലും ഈ സ്ഥാപനം നടത്തിയിട്ടില്ല. ഈ സ്ഥാപനത്തിന്റെ മറവിൽ ഹെറ്റ്ലി 5 തവണ മുംബൈയിൽ വന്നു മടങ്ങി. താജ് ഹോട്ടൽ വീഡിയോയിൽ പകർത്തി ആസൂത്രകർക്ക് എത്തിച്ചത് ഈ യാത്രകളിലാണ്.